NDA ന്യൂനപക്ഷ വിരുദ്ധരാണെന്നുള്ള ഇടതു വലതു മുന്നണികളുടെ കള്ളപ്രചരണം അവസാനിപ്പിക്കണമെന്ന് നാഷണലിസ്റ്റ് കേരള കോൺഗ്രസ് സംസ്ഥാന ചെയർമാൻ കുരുവിള മാത്യൂസ്. സംസ്ഥാനത്ത് ഇടതു വലതു മുന്നണികൾ NDA ന്യൂനപക്ഷ വിരുദ്ധരാണ് എന്ന വ്യാപകമായി കള്ളപ്രചരണം നടത്തുകയാണെന്ന് നാഷണലിസ്റ്റ് കേരള കോൺഗ്രസ് സംസ്ഥാന ചെയർമാനും NDA വൈസ് ചെയർമാനുമായ കുരുവിള മാത്യൂസ് പറഞ്ഞു. തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്ത് ഇടതു വലതു മുന്നണികൾ വസ്തുതാവിരുദ്ധമായ കാര്യങ്ങൾ പ്രചരിപ്പിക്കുകയാണ്. അതായത് സംസ്ഥാനത്ത് ദേശീയ ജനാധിപത്യ സഖ്യം ന്യൂനപക്ഷ വിരുദ്ധരാണ് എന്ന് വ്യാപകമായി പ്രത്യേകിച്ച് ക്രൈസ്തവ മേഖലയിലൊക്കെ വലിയ പ്രചരണം നടക്കുകയാണ്. ഞാൻ കഴിഞ്ഞ ദിവസം തിരുവല്ലയും കാഞ്ഞിരപ്പള്ളിയും പാലാ പൂഞ്ഞാർ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിലൂടെ കടന്നുപോയപ്പോൾ അത് വ്യക്തമായതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ഇന്ത്യയിലെ 28 സംസ്ഥാനങ്ങളിൽ 5 സംസ്ഥാനങ്ങളിൽ ഭരണം നടത്തുന്നത് BJP നേതൃത്വം നൽകുന്ന NDA മുന്നണി. അതിൽ 3 മുഖ്യമന്ത്രിമാർ, ഇന്ത്യ രാജ്യത്തെ 3 മുഖ്യമന്ത്രിമാർ ക്രൈസ്തവ വിഭാഗത്തിലാണ്. 234 MLAമാർ NDA മുന്നണിയിലെ ക്രൈസ്തവ വിശ്വാസികളാണ്. അതുപോലെ തന്നെ ഈ ഇന്ത്യ രാജ്യത്തെ മുസ്ലിം ഭൂരിപക്ഷമുള്ള UP-യിലാണെങ്കിലും ബീഹാറിലെ ആണെങ്കിലും മധ്യപ്രദേശിലെ ആണെങ്കിലും ഗുജറാത്തിലെ ആണെങ്കിലും പാർലമെൻറ്റ് മണ്ഡലങ്ങളിൽ BJP-യുടെ സ്ഥാനാർത്ഥികളാണ് പാർലമെൻറ്റ് മെമ്പർമാരായി ജയിച്ചത്. ഇതിൽ നിന്ന് വളരെ വ്യക്തമാണ് ന്യൂനപക്ഷ വിഭാഗങ്ങൾ കൂടുതലായിട്ടുള്ള പ്രദേശങ്ങളിൽ കാലാകാലങ്ങളായി വിജയിച്ചു വരുന്നത് NDA മുന്നണിയാണ്. കേരളത്തിൽ മാത്രം ഇങ്ങനെ ഒരു വ്യാപകമായ പ്രചരണം 2 കൂട്ടരും നടത്തിക്കൊണ്ടിരിക്കുക. ഈ 2 മുന്നണിയും കേരളം വിട്ടുകഴിഞ്ഞാൽ ഇന്ത്യ മുന്നണിയുടെ ഭാഗമാണ്. ഇവരെ ഈ കേരളത്തിൽ NDA പരാജയപ്പെടുത്തുക എന്ന അജണ്ടയാണ് ഇവർക്കുള്ളത്. ഗുജറാത്ത്, മധ്യപ്രദേശ്, ബീഹാർ, ഉത്തർപ്രദേശ് സംസ്ഥാനങ്ങളിൽ മുസ്ലിം ഭൂരിപക്ഷമുള്ള മണ്ഡലങ്ങളിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട പാർലമെന്റ് അംഗങ്ങൾ എല്ലാം തന്നെ NDA കക്ഷികളിൽപ്പെട്ടവരാണ് എന്ന വസ്തുത അംഗീകരിക്കാൻ തയ്യാറാവണം. ക്രൈസ്തവ വിശ്വാസികൾ 25% ഉള്ള ഗോവയിലും 41% ഉള്ള മണിപ്പൂരിലും 75% ഉള്ള മിസോറാമിലും 87% ഉള്ള നാഗാലാൻഡിലും 88% ഉള്ള അരുണാചൽ പ്രദേശിലും ഭരണം കൈയാളുന്നത് NDA ആണ്. ഈ സംസ്ഥാനങ്ങളിൽ നിന്നെല്ലാം കൂടി 234 MLAമാര് NDAക്ക് ഉള്ളപ്പോൾ കേവലം 34 MLAമാർ മാത്രമാണ് ഇന്ത്യ മുന്നണിക്കുള്ളത്. 3 മുഖ്യമന്ത്രിമാരും 84 മന്ത്രിമാരും ക്രൈസ്തവ വിഭാഗത്തിൽ നിന്നും NDA മുന്നണിക്കുമുണ്ട്. ആ സംസ്ഥാനങ്ങളിൽ ന്യൂനപക്ഷ വിഭാഗങ്ങൾ 1, 2, 3 പ്രാവശ്യം NDAയാണ് ഭരണത്തിൽ ഏറ്റുന്നത്. അവിടെയെല്ലാം തന്നെ ന്യൂനപക്ഷ വിഭാഗങ്ങൾ സുരക്ഷിതരാണെന്നും അദ്ദേഹം പറയുന്നു. കേരളത്തിൽ 2ആയി നിൽക്കുന്ന CPM-ഉം കോൺഗ്രസും കേരളത്തിന് പുറത്ത് ഒന്നായി ഒറ്റ മുന്നണിയാണ്. കേരളത്തിലെ ക്രൈസ്തവ സ്ഥാപനങ്ങളുടെ സ്വത്തുകൾ തീവ്രവാദികൾ തട്ടിയെടുക്കുമ്പോൾ ഇരു മുന്നണികളും മൗനം പാലിക്കുകയാണ്. കളമശ്ശേരിയിൽ കത്തോലിക്ക സഭയുടെ സെമിനാരിയും കോൺവെന്റും സ്ഥിതി ചെയ്യുന്ന ഭൂമി അർദ്ധരാത്രിയിൽ JCB-യും ബുൾഡോസറും ഉപയോഗിച്ച് മതിലുകൾ തകർത്ത് അകത്ത് കയറി കോൺക്രീറ്റ് കെട്ടിടങ്ങൾ സ്ഥാപിച്ച കന്യാസ്ത്രീ മഠത്തിന്റെ സഞ്ചാര സ്വാതന്ത്ര്യം പോലും നിഷേധിച്ചപ്പോൾ ഇടതു വലതു മുന്നണിക്കാരെ കാണാനുണ്ടായിരുന്നില്ല. എന്നിട്ടാണ് ഇപ്പോൾ NDAക്കെതിരെ കള്ളപ്രചരണവുമായി രംഗത്ത് വന്നിരിക്കുന്നത്. ഇതിന്റെ യഥാർത്ഥ വസ്തുത ക്രൈസ്തവ വിശ്വാസികൾ മനസ്സിലാക്കി കഴിഞ്ഞുവെന്നും കുരുവിള മാത്യൂസ് തുടർന്ന് ചൂണ്ടിക്കാട്ടി. വിഭാഗത്തിലുള്ള ജനവിഭാഗങ്ങളും എല്ലാ വിഭാഗത്തിലുള്ള ആളുകളും ഈ പാർട്ടിയുടെ ഭാരവാഹികളും പ്രവർത്തകരും അനുഭാവികളുമായിട്ടുണ്ട്. എല്ലാ ക്രൈസ്തവ വിഭാഗത്തിലെ പെട്ടവരും ഇതിൻ്റെ ഭാരവാഹികളായിട്ടുണ്ട്. അങ്ങനെ എല്ലാവരുടെയും താല്പര്യം സംരക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം 2014 മുതൽ ഈ മുന്നണിയുടെ ഭാഗമായി പ്രവർത്തിക്കുന്നു. തീർച്ചയായും കേരളത്തിലെ ഇന്ന് 2014 മുതൽ ഇന്ത്യ രാജ്യത്ത് ഭരണം നടത്തുന്ന നരേന്ദ്രമോദി രാജ്യത്ത് ഭരിച്ചിട്ട് കേരളത്തിലെ ന്യൂനപക്ഷങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിട്ടില്ല എന്നുള്ളത് നമ്മൾ പരിശോധിച്ചാൽ മനസ്സിലാവും. ഒരു പള്ളിയും തകർക്കപ്പെട്ടില്ല, ഒരു കപ്പേളയും തകർത്തില്ല, ഒരു മോസ്കും തകർന്നിട്ടില്ല. അതുകൊണ്ട് തീർച്ചയായും ഈ തെരഞ്ഞെടുപ്പിൽ ഇത്തരം അപവാദ പ്രചരണങ്ങളിൽ പെടാതെ
ദേശീയ ജനാധിപത്യ സഖ്യത്തിൻ്റെ സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കുന്നതിന് എല്ലാവരും തയ്യാറാവണമെന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.